പ്രിയ ഉലമാക്കളെ, അല്ലാഹു തആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മളെല്ലാവരും തീരുമാനിച്ച പ്രകാരം തിങ്കളാഴ്ച ഇന്നത്തെ പുണ്യദിനം മാനിച്ചുകൊണ്ട് തന്നെ പുതിയൊരു കിതാബായ ഇമാം ഷഹറാനിയുടെ കിതാബാണ് തംബീഹുൽ മുഖ്തരീൻ. തംബീഹുൽ മുഖ്തരീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാകുമല്ലോ. എന്തൊക്കെയോ ഇസ്ലാമികമായി നമ്മൾ പഠിച്ചെങ്കിലും എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ആ അപകടത്തിൽ പിണഞ്ഞതിൽ നിന്ന് അതിൽ വഞ്ചിതരായ ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളെ ഒന്ന് ഉണർത്തുകയാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലൂടെ. സ്ഥിരപ്പെടുത്തിക്കൊണ്ട് സൂഫിസം നിലനിർത്തണം. ആ നിലയുടെ ഉണർത്തലാണ്. സൂഫിസത്തിന്റെ അപകടത്തിൽ പിണഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ പയച്ചിട്ടുണ്ട്. അത് പയക്കാൻ പാടില്ല. അതിനൊരു ഉണർത്തുക എന്നൊരു കടമപ്രകാരമാണ് ബഹുമാനപ്പെട്ടവർ 10ാം നൂറ്റാണ്ടിന്റെ ലാസ്റ്റിൽ ഇങ്ങനൊരു കിതാബ് ഉണ്ടാക്കിയത്. അതിന്റെ മുന്നോടിയായി ഇമാം ഷഹറാനി ആരാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടുന്നത് ഏറ്റവും നല്ലതാണ്. ബഹുമാനപ്പെട്ടവരുടെ പേര് പറയല് ഹുവൽ ഇമാമു അബ്ദുൽ വഹാബ് ബിൻ അഹ്മദ് ബിൻ അലി ബിൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ മൂസ ഷഹറാനി അൻസാരി ഷാഫിഈ അൽ-ഷാദിലിൽ മിസ്രിയു. മിസ്റുകാരനാണ്, ഷാദിൽ ത്വരീഖത്തുകാരനാണ്, മദ്ഹബ് ഷാഫി മദ്ഹബാണ്, അൻസാരി വംശജനാണ്, ഷഹറാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. മഹാന്റെ പേര് അബ്ദുൽ വഹാബ് എന്നാവുന്നു. അതിന് ചുരുക്കമായി പറയാറ് അബുൽ വവാഹിബ്, അബു അബ്ദുർ റഹ്മാൻ എന്ന് പറയും. മൂപ്പര് ഫഖീഹാണ്, കർമ്മശാസ്ത്രം നല്ലോണം അറിയും, ഉസൂലിയുൻ അടിസ്ഥാനപരമായ കാര്യം നല്ലോണം അറിയും, മുഹദ്ദിസുൻ ഹദീസ് പണ്ഡിതനാണ്, സൂഫിയുൻ സൂഫിയ ജീവിച്ച മഹാനാണ്, മുഷാരിഖുൻ ബി അൻവാഇൽ മിനൽ ഉലൂമി ഏതെല്ലാം വിജ്ഞാനം കണ്ടോ അതിലൊക്കെ പങ്കുചേരുന്നവരാണ് മഹാൻ. ഈ മഹാന് ജന്മം നൽകപ്പെട്ടത് ഈ കലസ്ഫന്തത്ത് ബി മിസ്ര, മിസ്രില് കലസ്ഫന്തത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ജനിച്ചത്. ജനിച്ച ഡേറ്റ് 27 റമദാൻ മാസത്തിലാണ്. അന്ന് ഹിജ്റ 898 മീലാദിയ വർഷം കൂട്ടുമ്പോ 1493 വരും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വളർന്നു വന്നു. ബിസാഖിയത്തി അബിഷാറത്ത് ഖുറൽ മുതവഫിയ, മഹാനവറുകൾ മരിച്ചൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തില് അബിഷാറത്ത് എന്ന് പറയുന്ന രാജ്യത്ത് കൂടെ അങ്ങനെ വളർന്നു പോയി മഹാനവറുകൾ. അബു ഷെയ്ഖ് അബ്ദുർ റഊഫുൽ മനാവി ഈ തൊബഖാത്തി, തന്റെ തൊബഖാത്തിൽ ഷെയ്ഖ് അബ്ദുർ റഊഫുൽ മനാവി പറയുന്നത് ഹുവ ഷെയ്ഖുന അൽ ഇമാമുൽ ആമിലു അൽ ആബിദു സാഹിദുൽ ഫഖീഹുൽ മുഹദ്ദിസുൽ ഉസൂലിയുൽ മുറബ്ബി എന്ന് പറയുന്ന മഹാൻ. അത്രയും വലിയ ഒരു സ്റ്റാൻഡേർഡ് എത്തിയ മഹാനവറുകളാണ്. ഇരിക്കട്ടെ, മഹാനവറുകൾ അങ്ങനെ ജനിച്ചു വളർന്നു. പിതാവ് തന്റെ കുഞ്ഞുകാലത്ത് തന്നെ വഫാത്തായി. ബഹുമാനപ്പെട്ടവർക്ക് 7 or 8 വയസ്സായപ്പോഴേക്കും ഖുർആനും അതുപോലെ തന്നെ അബീഷജ എന്ന് പറയുന്ന ഗ്രന്ഥവും അജ്റൂമിയൊക്കെ മനഃപ്പാടമാക്കി വെച്ചു. അവിടുന്ന് പിന്നെ മൂപ്പര് എന്ത് ചെയ്ത, ഏകദേശം പ്രായപൂർത്തി എടുക്കാൻ നേരമായപ്പോഴേക്കും 911 മൂപ്പരോടക്ക് പോയി മിസ്റിലേക്ക് നീങ്ങി. അങ്ങനെ പിന്നെ അവിടുത്തെ ജുമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞുകൂടി വളരെ പരിശ്രമം നടത്തി അധ്വാനിച്ച് മിൻഹാജ്, അൽഫിയ, തൗളീഹ്, തൽഖീസ്, ഖാത്തബിയ, ഖവായിദ് ബിൻ ഹിഷാം എന്നീ കിതാബുകളൊക്കെ നല്ലോണം മനഃപ്പാടമാക്കി വെച്ച് ഇങ്ങനെ വളരെയധികം വിജ്ഞാനങ്ങൾ നേടി നടന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനവർ രചിച്ചിട്ടുമുണ്ട്. ഗ്രന്ഥങ്ങൾ രചിക്കുന്ന കാര്യത്തിൽ മുന്നോടി വന്നപ്പോ മഹാനവർ ഒരുപാട് ആളുകൾ അസൂയ വെച്ചിട്ടുണ്ട്. അതെന്നും ഉണ്ടല്ലോ, ഒരാളുടെ മികവ് കാണുമ്പോൾ കഴിയാത്ത ആളുകൾക്ക് വല്ലാത്ത അസൂയ ഉണ്ടാവും. അങ്ങനെ ബഹുമാനപ്പെട്ടവരോട് ഒരുപാട് ആളുകൾ അസൂയ വെച്ച് ബഹുമാനപ്പെട്ടവർ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ശറഇന് വിരുദ്ധമാണ്, അത് സുന്നത്ത് ജമാഅത്തിനെതിരാണ്, ഇജ്മാഇനെതിരാണ് എന്നും കുറെ പറഞ്ഞുകൊണ്ട് മൂപ്പരെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും ദുരാരോപണങ്ങളും സമുദായത്തിൽ അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി പലരും ശ്രമിച്ചു. പക്ഷെ അവരൊക്കെ അല്ലാഹു തആല ഒന്നുമല്ലാതെയാക്കി
അവർക്കൊഴിവാക്കി ഷഹറാൻ ഇമാമിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവരാണെങ്കിൽ സൂക്ഷ്മയുടെ കാര്യത്തിൽ അങ്ങേയറ്റം തിരുസുന്നത്തെന്താന്ന് പരതി അങ്ങനെ ജീവിക്കുന്നവരായിരുന്നു. അല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന മഹാനല്ല. അതുപോലെ തന്റെ രചനകൾക്കിടയിലും തന്റെ ജീവിതത്തിനിടയിലും ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതിനൊരു സമയത്തെ നഷ്ടപ്പെടുത്തിയില്ല. രചിക്കാനൊരു സമയം, മറ്റു പല കാര്യങ്ങൾക്ക് വേറൊരു സമയം, ഇബാദത്തിന് വേറൊരു സമയം, ഇങ്ങനെ കണ്ടെത്തിയവരായിരുന്നു മഹാനവറുകൾ. നോക്കൂ, മഹാൻ പറഞ്ഞിരുന്നു, ദൂറു കൈവകാന ലാമഅൽ കശ്ഫി വഇന്നോ യുഖ്തിഊന. ശറ എന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പോവേണ്ടത്. അല്ലാതെ സൂഫിസം ജീവിച്ചിട്ട് മനസ്സിന്റെ ഉള്ള കശ്ഫിന്റെ അറിവും കിട്ടിയാൽ അതനുസരിച്ച് കൊണ്ടല്ല നിയമം പറയേണ്ടത്. ഇസ്ലാം എന്ത് പറഞ്ഞോ, നിയമങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മഹാൻ പറയുന്നു. ഫഖാല, മഹാൻ പറയുന്നുണ്ട്, യംബഗി ഇക്സാറു മുതാലഅതി കുതുബിൽ ഫിഖ്ഹി അക്സമ അലൈഹിൽ മുതസഫിവതു അല്ലദീന ലാഹത ലഹും ബാരിഖത്തു തരീഖി ഫമനഉ മുതാലഅതു ഫഖാലു ഇന്നഹു ഹിജാബ് ജഹലം മിൻഹും. സൂഫിയാക്കളായ ചില പണ്ഡിതന്മാര് അവർക്ക് ത്വരീഖത്തിലൂടെ പോയപ്പോൾ മിന്നിത്തിളങ്ങും ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. അങ്ങനെ പറയുമ്പോൾ അവർ ത്വരീഖത്തിൽ കൂടെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ മുത്താല ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല. അവര് പറയുന്നുണ്ട് അതൊക്കെ ത്വരീഖത്തിന് തടയിടുന്ന കിതാബാണ്, ഫിഖിന്റെ കിതാബുകൾ, അത് മുത്താല ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ഇത് സൂഫിയാക്കളുടെ ഭാഗത്തുനിന്ന് വന്ന യഥാർത്ഥ സൂഫിയാക്കളല്ല, സൂഫിസം നടിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് വന്ന വിവരക്കേടാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. നമുക്ക് എങ്ങനെയായാലും ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നല്ലോണം മുത്താല ചെയ്യേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണെന്ന് വരെ മഹാനവറുകൾ പറയുകയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ തവഫൽ ഇമാം ഷഹറാനി, ഇമാം ഷഹറാനി മരിക്കുന്നത് 973 മരിക്കുന്നത്. വദുഫിന ബിജാൻബി സാവിയത്തി ബൈന സൂരീൻ, സൂര്യക്കിടയിലുള്ള ഒരു മൂലയുടെ ഭാഗത്തിലാണ് മഹാനവറുകളെ കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ചുരുങ്ങിയ രീതിയിൽ ഇമാം ഷഹറാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ മറ്റുള്ളത്. ആ മഹാൻ രചിച്ച കിതാബാണ് തംബീഹുൽ മുഖ്തരീൻ എന്ന് പറയുന്ന കിതാബ്. ഈ കിതാബ് പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും ജീവിതത്തിൽ കഴിവതും പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ കിതാബ് പരിപൂർണമായി ചർച്ച നടത്തുവാൻ മറ്റു കിതാബുകൾ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകിയതുപോലെ ഇതിലും അല്ലാഹു തആല തൗഫീഖ് നൽകി ദീർഘായുസ്സും ആഫിയത്തൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരുടെ ബർക്കത്ത് സ്വീകരിക്കുവാനും അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും നമുക്കും നമ്മുടെ കടമകളുള്ള ബന്ധമുള്ള എല്ലാ സഹോദര സഹോദരിമാർക്കും മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മശായിഖന്മാർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും, ഖബറിന്റെ ദുരിതങ്ങളിൽ നിന്നും, മഅസയുടെ അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല സംരക്ഷണം നൽകി ഈ മഹാന്മാരുടെയൊക്കെ കറാമത്തും ഫദ്ലും കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നൽകിയ ആ മധുര പലഹാര വാക്കുകളിലൂടെ ഞാൻ സംതൃപ്തനായിക്കൊണ്ട് അൽഹംദുലില്ലാ അൽഫമറ എന്ന് അല്ലാഹു തആലക്ക് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് ദുആ വസിയത്തോടുകൂടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്.